IPLന്റെ ഫൈനൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും. 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ജൂൺ 3-ന് രണ്ട് ടീമുകളിൽ ഒരു ടീം ട്രോഫി നേടാൻ പോകുന്നു. അതേസമയം അഹമ്മദാബാദിലെ കാലാവസ്ഥ ആശങ്കാജനകമാണ്. അക്യുവദറിന്റെ അഭിപ്രായത്തിൽ ജൂൺ 3-ന് ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ മഴ പെയ്യാൻ 64% സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇടിമിന്നലിനൊപ്പം മണിക്കൂറിൽ 17 കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശാനും സാധ്യതയുണ്ട്. അതേസമയം കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുമെന്നും പരമാവധി താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരം 7 മണിവരെ മഴ പെയ്യുമെന്നും അതിനുശേഷം കാലാവസ്ഥ തെളിഞ്ഞതായി മാറുമെന്നും പ്രതീക്ഷിക്കുകയാണ്. കാലാവസ്ഥ റിപ്പോർട്ട് നോക്കുമ്പോൾ മഴ IPL ഫൈനലിനെ തടസ്സപ്പെടുത്തിയേക്കാമെന്ന് വ്യക്തമാണ്. അതേസമയം RCB പഞ്ചാബും തമ്മിലുള്ള ഫൈനൽ മഴ കാരണം ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. IPLന്റെ ഫൈനൽ മഴ കാരണം ഉപേക്ഷിച്ചാൽ റിസർവ് ദിനം നിലനിർത്തിയതിനാൽ ബുധനാഴ്ച അതായത് ജൂൺ 4-ന് മത്സരം നടക്കും. മഴ കാരണം ബുധനാഴ്ചത്തെ മത്സരം സാധ്യമായില്ലെങ്കിൽ IPLന്റെ മാച്ച് പ്ലേയിങ് 11 വ്യവസ്ഥകൾ അനുസരിച്ച് ഇനി പറയുന്ന നിയമങ്ങളായിരിക്കും നടപ്പിലാക്കുക. ഏത് ടീമാണ് വിജയിക്കുക എന്ന് തീരുമാനിക്കാൻ ഒരു സൂപ്പർ ഓവർ കളിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ലഭ്യമായ സമയത്തിനുള്ളിൽ സൂപ്പർ ഓവർ പൂർത്തിയാക്കിയില്ലെങ്കിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ടീം ട്രോഫി നേടും. 2025-ലെ ലീഗ് ഘട്ടത്തിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും 19 പോയിന്റുമായിട്ടാണ് സീസൺ അവസാനിപ്പിച്ചത്. എന്നാൽ മികച്ച നെറ്റ് റൺ റേറ്റ് കാരണം പഞ്ചാബാണ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്, RCB 2-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങളിലും മത്സരം നടന്നില്ലെങ്കിൽ പഞ്ചാബിനെ IPLലെ വിജയിയായി പ്രഖ്യാപിക്കും. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.